ഹലോ എവറിബഡി, വെൽക്കം ടു ഇംഗ്ലീഷ് സ്പീക്കിംഗ് കോഴ്സ്. നിങ്ങൾ പുതിയതായിട്ട് ഇംഗ്ലീഷ് പഠിക്കേണ്ടതാണെങ്കിൽ ദിസ് ക്ലാസ് ഈസ് ഗോയിങ് ടു ബി റിയലി യൂസ്ഫുൾ ഫോർ യു ഓൾ. ഈ ക്ലാസ് അറ്റൻഡ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് പല കാര്യവും നിങ്ങളുടെ ഡെയിലി ലൈഫിൽ ഇംഗ്ലീഷിൽ പറയാൻ പറ്റും. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ലെറ്റ് എന്നുള്ള വാക്ക് യൂസ് ചെയ്തിട്ട് നമുക്ക് പല കാര്യവും നമ്മളെ പറ്റിയിട്ട് നമുക്ക് സിംപിളി ഈസിലി ഇംഗ്ലീഷിൽ പറയാം. Let's check out some examples. Let me sing. ഞാൻ പാടട്ടെ. അതുപോലെ തന്നെ let me go. ഞാൻ പോകട്ടെ. അല്ലെങ്കിൽ let me do. ഞാൻ ചെയ്യട്ടെ. ഇതുപോലെ പല കാര്യങ്ങളും ഞാൻ പോകട്ടെ, ഞാൻ ചെയ്യട്ടെ, ഞാൻ പാടട്ടെ, ഞാൻ ഉറങ്ങട്ടെ, ഇതൊക്കെ നമുക്ക് ഡെയിലി ലൈഫിൽ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ആവശ്യം വരാറുണ്ട്. ഇതൊക്കെ നമുക്ക് ഇംഗ്ലീഷിൽ പറയാം ഈ ലെറ്റ് യൂസ് ചെയ്തിട്ട്. കണ്ടില്ലേ, വളരെ സിമ്പിളായിട്ട് നമുക്ക് പറയാം. ലെറ്റ് മീ കുക്ക്. ഞാൻ കുക്ക് ചെയ്യട്ടെ. ലെറ്റ് മീ സ്ലീപ്പ്. ഞാൻ ഉറങ്ങട്ടെ. ലെറ്റ് മീ ടേക്ക് റെസ്റ്റ്. ഞാൻ റെസ്റ്റ് എടുക്കട്ടെ. കണ്ടില്ലേ, ഒന്നും വേണ്ട, ലെറ്റ് ചേർക്കുക, അത് കഴിഞ്ഞിട്ടാകുമ്പോൾ മീ ചേർക്കുക, പിന്നെ നമുക്ക് പറയാനുള്ള കാര്യം നമ്മൾ പറയാം. ഓക്കെ, ലെറ്റ് മീ ആസ്ക്. ഞാൻ ചോദിക്കട്ടെ. ഇത് ശരിക്കും ഒരു പെർമിഷൻ, ഇൻഫോർമൽ പെർമിഷൻ ചോദിക്കും പോലെയുമായി. ഞാൻ ചോദിക്കട്ടെ. അല്ലെങ്കിൽ ഞാൻ ചോദിക്കാൻ പോകുമ്പോൾ എനിക്ക് പറയാം ഞാൻ ചോദിക്കട്ടെ. ലെറ്റ് മീ ആസ്ക്. ഓക്കെ, വൺസ് അഗെയിൻ ഐ റിപ്പീറ്റ്, ലെറ്റ് പ്ലസ് മീ പ്ലസ് ആക്ഷൻ. നമ്മൾ ചെയ്യാൻ പോകേണ്ട ആക്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കാര്യം അവിടെ കംപ്ലീറ്റ് ആയി. കണ്ടില്ലേ, എത്ര സിമ്പിളായിട്ട് നമുക്ക് ഇംഗ്ലീഷിൽ പറയാൻ പറ്റി. അതേപോലെ അവളെക്കുറിച്ച് എന്തെങ്കിലും കാര്യം പറയണമെങ്കിൽ നമുക്ക് പറയാം ലെറ്റ് ഹെർ സ്ലീപ്പ്, ലെറ്റ് ഹെർ ടേക്ക് റെസ്റ്റ്. ഇവിടെ നമ്മൾ ലെറ്റ് ചേർത്തു, അത് കഴിഞ്ഞ് ഹെർ ചേർത്തു, പിന്നെ ആക്ഷൻ ചേർത്തു. ലെറ്റ് ഹെർ ഡു. അവള് ചെയ്യട്ടെ. ഓക്കെ, ഇനി അതേപോലെ അവനെ കുറിച്ച് പറയണമെങ്കിൽ വി ക്യാൻ സേ ലെറ്റ് ഹിം സ്ലീപ്പ്. അവൻ ഉറങ്ങട്ടെ. ലെറ്റ് ഹിം ടേക്ക് റെസ്റ്റ്. അവൻ റെസ്റ്റ് എടുക്കട്ടെ. ഹിയർ ഓൾസോ ദ ഫോർമാറ്റ് ഈസ് സെയിം. ലെറ്റ്, ദെൻ ഹിം, ദെൻ ആക്ഷൻ. ഇൻ ദ സെയിം മാനർ നമുക്ക് നമ്മളെക്കുറിച്ച് പറയണമെങ്കിൽ ലെറ്റ് പ്ലസ് us plus action. Let's check out an example. For example, let us go. We can say as let's go. Let's എന്ന് പറഞ്ഞാൽ let usന്റെ ഷോർട്ട് ഫോം ആണ്. let us go എന്ന് പറഞ്ഞാലും റോങ് അല്ല, let's go എന്ന് പറഞ്ഞാലും തെറ്റല്ല. But we can always simplify things in spoken English. Let's go is better suitable. ഇനി അത് കഴിഞ്ഞിട്ടാകുമ്പോൾ എവിടേക്കാണ് പോകേണ്ടത് അതും കൂടെ അതിൻ്റെ ലാസ്റ്റിൽ പറഞ്ഞു കഴിഞ്ഞാൽ the thing becomes perfect. For example, let's go to the marriage party. നമുക്ക് മാരേജ് പാർട്ടിയിലേക്ക് പോകാം. അല്ലെങ്കിൽ let's go to the party. നമുക്ക് പാർട്ടിയിലേക്ക് പോകാം. let's sing. നമുക്ക് പാടാം. let's sing a song. നമുക്കൊരു പാട്ട് പാടാം. let's try. നമുക്ക് ട്രൈ ചെയ്യാം. let's hope. നമുക്ക് പ്രതീക്ഷിക്കാം. In the same manner we can say let's hope for the best. നമുക്ക് നല്ലതിനെ പ്രതീക്ഷിക്കാം. ഓക്കെ, ഇനി മറ്റുള്ളവർക്ക് പെർമിഷൻ കൊടുക്കണമെങ്കിൽ നമുക്ക് പറയാം ലെറ്റ് them go. അവർ പോകട്ടെ. Again we can add on words at the end. For example, let them go to the movie. അവർ മൂവി കാണാൻ പോകട്ടെ. let plus them. അവർ എന്ന് പറഞ്ഞ them ആണ് പ്ലസ് ആക്ഷൻ. ഒരു സ്ട്രക്ചറിലേക്കും ഒരു വേർഡ്സിനും ചേഞ്ച് വരുന്നില്ല. ലെറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ us, them, me ഒക്കെ ചേർത്ത് പിന്നെ ആക്ഷനും കൂടെ ചേർത്താൽ നമുക്ക് പറയാനുള്ള സിമ്പിൾ കാര്യം നമുക്ക് പറയാം. ഹോപ്പ് യു ഫൗണ്ട് ദ വീഡിയോ യൂസ്ഫുൾ. താങ്ക്സ് ഫോർ വാച്ചിങ്.